ചില ഫ്രണ്ട്സിനെ കണ്ടിട്ടില്ലേ, നമ്മുടെ കൂടെ ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകാനും ക്യാൻറ്റീനിൽ പോയിട്ട് ഫുഡ് അടിക്കാനും എന്തിനേറെ പറയുന്നു മാവിന് കല്ലെറിയാൻ വരെ അവർ കൂടെ ഉണ്ടാകും. പക്ഷേ എക്സാംസ് എല്ലാം കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ നമ്മൾ ജസ്റ്റ് പാസും അവർ ക്ലാസ് ടോപ്പറും ആയിരിക്കും. ഇതെങ്ങനെയാണെന്ന് അറിയാനായിട്ട് നിങ്ങൾ ഒരിക്കലെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവുമല്ലോ. സോ അതിനുള്ള ഉത്തരവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. എത്രയൊക്കെ കുഴപ്പം നടന്നാലും അവരെ ക്ലാസ് ടോപ്പർ ആവാനായിട്ട് സഹായിക്കുന്ന ചില ക്വാളിറ്റീസ് ഉണ്ട്. അങ്ങനെയുള്ള 5 ക്വാളിറ്റീസ് ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ക്വാളിറ്റി നമ്പർ 1, ക്യൂരിയോസിറ്റി. എല്ലാ സ്റ്റുഡൻസും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ് ക്യൂരിയോസിറ്റി. എല്ലാ കാര്യങ്ങളെയും ക്യൂരിയോസിറ്റിയോടെ കാണുന്നവർക്ക് ഡൗട്ട്സ് കൂടുതലായിരിക്കും. എപ്പോഴും അവരുടെ മനസ്സിൽ അതെന്തുകൊണ്ടാണ് അങ്ങനെ ആയത് എന്നൊരു ചോദ്യം ഉണ്ടായിരിക്കും. ഇത് അവർക്ക് പഠിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് സഹായിക്കുന്നു. മറ്റൊരു കാര്യം, ഇവരുടെ മൈൻഡ് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും എന്നതാണ്. അവരുടെ മൈൻഡിൻ്റെ പ്രധാന ജോലി എപ്പോഴും ഉത്തരങ്ങൾ തേടിക്കൊണ്ടിരിക്കുക എന്നതായിരിക്കും. സോ നിങ്ങളും എപ്പോഴും ക്യൂരിയസ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അതിനായിട്ട് എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്ന ശീലം ഉണ്ടാക്കിയെടുക്കുക. എനിക്കറിയില്ല എന്ന് പറയാനായിട്ട് മടി കാണിക്കാതിരിക്കുക. ഇതിനെല്ലാം അപ്പുറം ക്യൂരിയസ് ആവാനായിട്ട് സമയം കണ്ടെത്തുക. അതിനായിട്ട് മാസത്തിൽ ഒരു ദിവസം നിങ്ങളുടെ വരും വർഷങ്ങളിലെ ഗോൾസിനെ ചോദ്യം ചെയ്യുക. ഫോർ എക്സാമ്പിൾ, 5 വർഷങ്ങൾക്ക് ശേഷം ഞാൻ എന്തായിരിക്കും ചെയ്യുക, ഞാൻ ഈ ആഴ്ച എൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്തു, എക്സെട്ര. എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യം, കുട്ടിയായിരിക്കുമ്പോൾ നമ്മളെല്ലാവരും വളരെയധികം ചോദ്യങ്ങൾ ചോദിക്കുന്നവരും ക്യൂരിയസുമായിരുന്നു എന്നതാണ്. അതിനാൽ നമ്മളുള്ളിൽ ഇപ്പോഴും ആ ക്യൂരിയോസിറ്റി ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് പൊടി തട്ടിയെടുത്താൽ മാത്രം മതി. ബാക്കി കാര്യങ്ങൾ പറയുന്നതിന് മുമ്പായിട്ട് അങ്ങനെ ഒരു പുതിയ വർഷം കൂടി വരികയാണ് അല്ലേ. പുതിയ പ്രതീക്ഷകളോട് കൂടിയും വളരെ എനർജറ്റിക് ആയിട്ടും ഒരു ന്യൂ ഇയർ വരികയാണ്. ആൻഡ് ഈ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ KukuFM ഉണ്ട്. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനുമൊക്കെ വാല്യുബിൾ ആയിട്ടുള്ള നോളജ് ഗിഫ്റ്റ് കൊടുക്കാം. വെറും 39 രൂപയ്ക്ക് 10,000-ലധികം ഓഡിയോ ഷോസ് അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. യെസ്, നമ്മളുടെ ഓഡിയൻസിന് 60% ഡിസ്കൗണ്ട് ആണ് നൽകുന്നത്. അപ്പോൾ അതിനായിട്ട് NY60 എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക. ആൻഡ് ഈ ഓഫർ ജനുവരി 1-ാം തീയതി വരെ മാത്രമേ ഉള്ളൂ. സോ ഹറി അപ്പ്, ബാക്ക് ടു വീഡിയോ. ക്വാളിറ്റി നമ്പർ 2, ബൗൺസ് ബാക്ക്. നിങ്ങൾ എത്ര തവണ തോറ്റു എന്നതിലല്ല, എത്ര പെട്ടെന്ന് തോൽവികളിൽ നിന്ന് തിരിച്ചു വന്നു എന്നതിലാണ് കാര്യം. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷകളും നേരിടുന്നവരാണ് സ്റ്റുഡൻസ്. അതിനാൽ തന്നെ അവർക്കുണ്ടായിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റിയാണ് ബൗൺസ് ബാക്ക് ഫ്രം ഫെയിലിയേഴ്സ് എന്നത്. ഓരോ വിദ്യാർത്ഥികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, പരാജയങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് എന്ന്. പരാജയപ്പെടുമ്പോൾ മാത്രമേ അവിടെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുകയുള്ളൂ. അതിനാൽ പരാജയങ്ങളെ ഒരിക്കലും നെഗറ്റീവായിട്ട് കാണാതിരിക്കുക. എപ്പോഴും പരാജയങ്ങളിൽ നിന്ന് എന്ത് പഠിച്ചു, എങ്ങനെ അടുത്ത തവണ പരാജയത്തെ വിജയം കൊണ്ട് മറികടക്കാം എന്ന് ചിന്തിക്കുക. ഇനി നിങ്ങൾ ഏതെങ്കിലും എക്സാമിൽ പരാജയപ്പെടുകയാണെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന 5 ടിപ്സ് ഉപയോഗിച്ച് ആ ഫെയിലിയേഴ്സിൽ നിന്ന് ബൗൺസ് ബാക്ക് ചെയ്യാം. ടിപ്പ് നമ്പർ 1, റിസൾട്ട് കണ്ട ഉടനെ പാനിക് ആവുന്ന നിർത്തിയിട്ട് മാക്സിമം കൂൾ ആവാനായിട്ട് ശ്രമിക്കാം. ടിപ്പ് നമ്പർ 2, ഫെയിൽഡ് ആയിട്ടുള്ള എക്സാം വെച്ച് ഒരിക്കലും നിങ്ങളെയും നിങ്ങളുടെ പഠിക്കാനുള്ള കഴിവിനെയും ജഡ്ജ് ചെയ്യാതിരിക്കുക. ടിപ്പ് നമ്പർ 3, നിങ്ങൾ ഫെയിൽഡായ എക്സാമിനെ ഒന്ന് റിവ്യൂ ചെയ്ത് തോൽക്കാനുള്ള കാരണം കണ്ടെത്തുക. ടിപ്പ് നമ്പർ 4, ഫെയിൽഡ് എക്സാമിൽ എങ്ങനെ പാസ്സാവാം എന്നൊരു പ്ലാൻ ഉണ്ടാക്കുക. ആൻഡ് ടിപ്പ് നമ്പർ 5, അടുത്ത എക്സാമിനായിട്ടുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. ക്വാളിറ്റി നമ്പർ 3, ബി ടെക്നോളജി ഫ്രണ്ട്ലി. ഈ നൂറ്റാണ്ട് ജീവിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയും അറിഞ്ഞിരിക്കേണ്ട ഒരു സ്കില്ലാണ് ടെക്നോളജി വേണ്ട പോലെ ഉപയോഗിക്കാനായിട്ട് കഴിയുക എന്നത്, അല്ലെങ്കിൽ പഠിക്കുക എന്നത്. ടെക്നോളജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മളുടെ മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റ്, ബേസിക് കമ്പ്യൂട്ടർ നോളജ്, ഇതൊക്കെയാണ്. ഇന്ന് ഏറ്റവും എളുപ്പത്തിൽ ഏതു തരം ഇൻഫർമേഷനും ആക്സസ് ചെയ്യാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ഇൻ്റർനെറ്റാണ്. അതുതന്നെയാണ് നമ്മളുടെ ജനറേഷന് പഠിക്കുന്ന കാര്യത്തിൽ പഴയ ജനറേഷനേക്കാൾ ലഭിക്കുന്ന മുൻതൂക്കവും. ടെക്നോളജി പഠിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പുള്ള എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പോലും ഗൂഗിളിൽ നിന്ന് വളരെ എളുപ്പത്തിൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. കൂടാതെ യൂട്യൂബിൽ നിങ്ങളുടെ സബ്ജക്റ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ്, ക്വസ്റ്റ്യൻ പേപ്പർ ആൻസറിങ്, എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സസ് എല്ലാം തികച്ചും ഫ്രീ ആയിട്ട് തന്നെ ലഭിക്കുന്നുണ്ട്. എന്നാൽ ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ സ്റ്റുഡൻസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും മറ്റ് കാര്യങ്ങളിലേക്ക് ഡിസ്ട്രാക്റ്റഡ് ആവാതെയും അഡിക്റ്റ് ആവാതെയും നോക്കണം എന്നുള്ളതാണ്. ക്വാളിറ്റി നമ്പർ 5, ബി ടീച്ചബിൾ. ടു ബി ഹംബിൾ, ടു ബി ടീച്ചബിൾ. നിങ്ങൾ എത്രത്തോളം ടീച്ചബിൾ ആണോ അത്രയും അധികം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ടീച്ചബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊരാൾ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു എന്നതാണ്. ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങൾക്ക് എപ്പോഴും പറഞ്ഞു തരാനായിട്ട് ഒരു ടീച്ചർ ഉണ്ടായിരിക്കും. സോ നിങ്ങൾ ടീച്ചബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കൂൾ ഓർ കോളേജ് ജേണിയിൽ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം. ഇനി നിങ്ങൾ ടീച്ചബിൾ ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം. മറ്റൊരാൾ പഠിപ്പിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാതെ ദേഷ്യം വരാറുണ്ടോ? മറ്റൊരാൾ പഠിപ്പിച്ചു തരുമ്പോൾ നിങ്ങൾ അക്ഷമരാവാറുണ്ടോ? നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വായിച്ച് പഠിക്കുന്നതാണോ കൂടുതൽ ഇഷ്ടം?
നിങ്ങൾ ടീച്ചബിൾ അല്ല എന്നാണ് ഉത്തരം ലഭിച്ചതെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട. ഏതൊരാൾക്കും നിഷ്പ്രയാസം വളർത്തിയെടുക്കാവുന്ന ഒരു സ്കില്ലാണ് ബീങ് ടീച്ചബിൾ എന്നത്. അതിനായിട്ട് എപ്പോഴും ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ടിരിക്കുക. ആര് എന്ത് വാല്യുള്ള ഇൻഫർമേഷൻ പറഞ്ഞു തന്നാലും വിത്തൗട്ട് എനി ഈഗോ അത് ആക്സെപ്റ്റ് ചെയ്യുക. മറ്റുള്ളവരോട് ഫീഡ്ബാക്ക് ചോദിക്കുക. ഇതുവഴി മറ്റുള്ളവർ പറയുന്നത് കേട്ട് അതിനനുസരിച്ച് നമുക്ക് മാറാനായിട്ട് സാധിക്കും. കൂടാതെ എപ്പോഴും മറ്റുള്ളവരോട് മനസ്സിലാവാത്തതും നിങ്ങൾക്കുള്ള സംശയങ്ങളും ചോദിക്കുക. ക്വാളിറ്റി നമ്പർ 5, ഓർഗനൈസിങ് ടാസ്ക്സ് ആൻഡ് മാനേജിങ് ടൈം. നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും ഉഴപ്പി നടന്ന് എക്സാമിൽ ക്ലാസ് ഫസ്റ്റ് ആവുന്ന സ്റ്റുഡൻറ്റിൻ്റെ ഏറ്റവും മികച്ചൊരു ക്വാളിറ്റി ആയിരിക്കും ഓർഗനൈസിങ് ടാസ്ക്സ് ആൻഡ് മാനേജിങ് ടൈം എന്നുള്ളത്. അവർക്ക് കൃത്യമായിട്ട് അറിയാം എത്ര സമയം എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഉപയോഗിക്കാം, എപ്പോഴിരുന്ന് പഠിക്കാൻ തുടങ്ങണം എന്നൊക്കെയുള്ളത്. അവർക്ക് ലഭിക്കുന്ന സമയത്തെ അവർ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നു. അവരുടെ ടാസ്കുകളെല്ലാം മികച്ച രീതിയിൽ ഓർഗനൈസ് ചെയ്യുക വഴി അവർക്ക് പ്രൊജക്ട്സും അസൈൻമെൻറ്റ്സും എല്ലാം കറക്റ്റ് ടൈമിൽ സബ്മിറ്റ് ചെയ്യാനും എക്സാമിനും മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും ടൈം സ്കെഡ്യൂൾ ചെയ്യാനും കഴിയുന്നു. അതിനെല്ലാം അപ്പുറം അവരുടെ അക്കാഡമിക് ആയ കാര്യങ്ങളും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് അവർക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി കാര്യങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തും പ്രോഗ്രസ് എല്ലാം ട്രാക്ക് ചെയ്തും റൂട്ടീൻസ് ഉണ്ടാക്കിയും മൾട്ടി ടാസ്കിങ് ഉപേക്ഷിച്ചും നിങ്ങൾക്കും നിങ്ങളുടെ ടൈം മാനേജ് ചെയ്യാനും കൂടുതൽ ഓർഗനൈസ് ആവാനും സാധിക്കും. സോ ഗൈസ്, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ക്യൂരിയോസിറ്റി വളർത്തിയും തോൽവികളിൽ നിന്ന് വീണു പോകാതെയും ടെക്നോളജിയുടെ സഹായം തേടിയും കൂടുതൽ ടീച്ചബിളായും ടൈം നന്നായിട്ട് മാനേജ് ചെയ്തും നിങ്ങൾക്കും ഒരു ജീനിയസ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആയിട്ട് മാറാൻ സാധിക്കും. സോ ഇന്ന് തന്നെ ഈ പറഞ്ഞ ക്വാളിറ്റീസൊക്കെ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് മാറാൻ തുടങ്ങാം. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഹാവ് എ നൈസ് ഡേ.